أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم أما بعد. ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വബാഹുൽ ഖൈർ അഫ്കാർ സ്വബാഹ്, ശുഭദിനം പ്രഭാത ചിന്തകൾ എന്ന വിശുദ്ധ ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച ദിവസം, ആ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നിരോധിച്ച സർവ തിന്മയായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും അല്ലാഹു നാം ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉത്ബോധിപ്പിക്കുന്നു, ഉണർത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ജുമാ ദിവസങ്ങളിലായി നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിനെ സംബന്ധിച്ചാണ്. ആ സൂറത്തുൽ കഹ്ഫിലെ പ്രത്യേകതകളും അതിൽ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇനി ആ സൂറത്തിലേക്ക് കടക്കുകയാണ്. ആ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളും ഓതി അതിൻ്റെ അർത്ഥങ്ങളും അതിലുള്ള ആശയങ്ങളുമൊക്കെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് നാം ഇന്ന്. വിശുദ്ധ ഖുർആനിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا. വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 3 ആയത്തുകളാണ് നാം ഇവിടെ പാരായണം ചെയ്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു. ബിസ്മില്ലാഹി, ബിസ്മി നാമത്തിൽ, അള്ളാഹു അള്ളാഹുവിൻ്റെ, അർ റഹ്മാൻ പരമകാരുണ്യകൻ, അർ റഹീം കരുണാനിധി. ഇങ്ങനെ ഓരോ വാക്കുകളുടെ അർത്ഥം നാം ഇവിടെ പ്രതിപാദിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായ രൂപമാണ് പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്ന്. ബിസ്മിക്ക് ശേഷം അള്ളാഹു പറയുന്ന ഈ വിശുദ്ധ ഖുർആൻ തുടങ്ങുന്ന ആ ഭാഗം നാം ഒന്ന് ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 5 സൂറത്തുകൾ തുടങ്ങുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷവും അവൻ്റെ ജീവിതത്തിലെ സന്താപങ്ങളിലും ദുഃഖത്തിലും പ്രയാസത്തിലും വിഷമത്തിലും
എല്ലാ അവസ്ഥകളിലും ഒരു സത്യവിശ്വാസിയുടെ അധരത്തിൽ നിന്നും വീഴേണ്ട വചനം അൽഹംദുലില്ലാ, അള്ളാഹുവിനുള്ള സർവസ്തുതികളുമാണ്. അതുപോലെ അള്ളാഹു ആ സ്തുതിയെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ അൻസല, അവതരിപ്പിച്ചവൻ, അല അബ്ദിഹി, അടിയാന്റെ മേൽ, അൽ കിതാബ, ഗ്രന്ഥം, വേദഗ്രന്ഥം, വലം യജ്അൽ ലഹു, ആക്കിയിട്ടുമില്ല, വരുത്തിയിട്ടുമില്ല, ലഹു, അതിന്, ഇവജ, വക്രത. അള്ളാഹുവിന് സർവസ്തുതിയും തൻ്റെ അടിയാന്റെ മേൽ അവതരിപ്പിച്ച ആ വിശുദ്ധ ഖുർആന് ഏതൊരു വക്രതയും ഉണ്ടാക്കാത്ത, വരുത്താത്ത നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു അവൻ്റെ ദാസനായ, അടിമയായ, ദൂതനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവതരിപ്പിച്ച ഈ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു യാതൊരു വക്രതയോ, യാതൊരു ഉരുക്കുടുക്കുകളോ, യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത ചൊവ്വായ നിലയിൽ അള്ളാഹു താല ഈ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു എന്നാണ് ഈ ആയത്തിൽ കൂടി അള്ളാഹു നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്, ഉണർത്തുന്നത്. രണ്ടാമതായി അള്ളാഹു താല പറയുന്നു, ഈ വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയാണ് അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു പറയുന്നു. രണ്ടാമത്തെ ആയത്ത് നോക്കുക. قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. അല്ലാഹു പറയുന്നു, അതായത് ചൊവ്വായ നിലയിൽ ആക്കിയിരിക്കുന്നു, അവങ്കൽ നിന്നുമുള്ള കഠിനമായ ശിക്ഷയെക്കുറിച്ച് പൊതുവിൽ താക്കീത് നൽകുവാനും, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികളെ നല്ലതായ പ്രതിഫലം അവർക്കുണ്ട് എന്ന് സുവിശേഷം, സന്തോഷവാർത്ത അറിയിക്കുവാനും വേണ്ടിയാകുന്നു ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ അവതരണ ഉദ്ദേശത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നത്. ഒന്നാമത്തെ കാര്യം അല്ലാഹു പറയുന്നത്, ഈ ചൊവ്വായി നിൽക്കുന്ന ഈ വിശുദ്ധ ചൊവ്വായി അല്ലാഹു അവതരിപ്പിച്ച ഈ വിശുദ്ധ ഖുർആൻ, ഒന്നാമത്തെ കാര്യം ലിയുൻദിറ ബഅസൻ ശദീദ, അല്ലാഹുവിൽ നിന്നുള്ള ശക്തമായ, അതികഠിനമായ ശിക്ഷയുടെ താക്കീതുകൾക്ക് വേണ്ടിയാണ്, താക്കീതു നൽകിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമാകാതെ ഈ ഭൗതിക ജീവിതത്തിൽ അവൻ ജീവിക്കുമ്പോൾ, അങ്ങനെ ജീവിതത്തിൽ ഒരു നിയന്ത്രണമോ ഒരു മാർഗദർശനമോ ഇല്ലാതെ താന്തോന്നികളായി ജീവിക്കുന്ന മനുഷ്യർ, അവർക്ക് ശക്തമായ, കഠിനമായ ശിക്ഷയുണ്ട് എന്നുള്ള താക്കീത് നൽകിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. മാത്രവുമല്ല, വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സത്യവിശ്വാസികളായ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾക്ക് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയുമാണ് ഈ വിശുദ്ധ ഖുർആനെ അള്ളാഹു അവതരിപ്പിച്ചത്. അന്നലഹും അജ്റൻ ഹസനാ, തീർച്ചയായും ആ സത്യവിശ്വാസികൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഉണ്ട് എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുവാനും, തിന്മ ചെയ്യുന്ന അധർമ്മകാരികൾക്ക് അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്നുള്ള താക്കീത് നൽകിക്കൊണ്ടുമാണ് അല്ലാഹു തആല ഈ വിശുദ്ധ ഖുർആനെ അവതരിപ്പിക്കുന്നത്. മാകിസീന ഫീഹി അബദാ, മാകിസീന, അവർ അതിൽ, അഥവാ അവർ ചെയ്ത ആ കർമ്മഫലത്തിൻ്റെ ഫലങ്ങളായി എന്നെന്നും ആ സ്വർഗത്തിൽ അവർ കഴിഞ്ഞുകൂടുന്നതാണ്. മാകിസീന, അവർ അവിടെ താമസിച്ചുകൊണ്ട്, കഴിഞ്ഞുകൂടിക്കൊണ്ട്, ഫീഹി, അതിൽ, ആ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ, സ്വർഗത്തിൽ, അബദ, എന്നെന്നും അവർ അവർ ചെയ്ത കർമ്മഫലങ്ങളുടെ ഫലമായിട്ട്
ആ സ്വർഗത്തിൽ എന്നെന്നും ശാശ്വതമായി അവർ കഴിഞ്ഞുകൂടുന്നതാണ് എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടുമാണ് ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ബഹുമാനികളെ, സൂറത്തുൽ കഹ്ഫ് ഇവിടെ സൂചിപ്പിക്കുന്ന ആ 3 ആയത്തുകളും നാം അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ അർത്ഥഗംഭീര്യങ്ങൾ, അതിൻ്റെ പശ്ചാത്തലങ്ങളും ഒക്കെ മനസ്സിലാക്കി പഠിക്കുവാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രവുമല്ല, അത് തെറ്റുകൂടാതെ ഓതാനും ഒക്കെ നാം ഓരോരുത്തർ പഠിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് ഉത്ബോധിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹത്തിൻ്റെ ഈ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതുവാനും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഈ സൂറത്തുൽ കഹ്ഫ് മുടങ്ങാതെ അതിൻ്റെ ആശയം മനസ്സിലാക്കി ഓതി അള്ളാഹുമായിട്ട് അടുക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങളുടെ ഈ അനുഗ്രഹീതമായ ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്കൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഒരുപാട് നന്മകൾ പ്രവർത്തിക്കുവാനും ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ സുന്നത്താക്കപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അള്ളാഹു നാം ഇവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഊസിക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.